ഇനി ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രത്യേക സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടർ രാജേഷ് ആർ അദ്ദേഹമാണ് ചേരുന്നത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാം, വിളിക്കാം, നേരിട്ട് ഡോക്ടറോട് സംവദിക്കാം. ഡോക്ടർ, എനിക്ക് തോന്നുന്നു കൊറോണ കാലത്തെ വൃക്ക സംരക്ഷണം അതിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. പറഞ്ഞോളൂ ഡോക്ടർ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കോവിഡ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വൃക്കരോഗത്തിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവർ, ഡയാലിസിസ് പേഷ്യൻസ്, കിഡ്നി മാറ്റിവെച്ച വൃക്ക ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ്. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ നമുക്ക് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വൃക്കരോഗികളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, പ്രമേഹം, രക്തസമ്മർദ്ദം, അത് കാരണമുള്ള ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായിട്ടുള്ള വൃക്കയുടെ കേട്, വളരെ മൈൽഡായിട്ട് അത് ലഘുവായിട്ടുള്ള കേടുള്ളവർ മരുന്ന് കഴിച്ച് ഡോക്ടറെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണുന്നു, മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ്, ക്രിയാറ്റിനിൻ മുതലായ ടെസ്റ്റുകൾ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇനി രണ്ടാമത്തെ കാറ്റഗറി പേഷ്യൻസ്, നമ്മൾ കിഡ്നി CKD സ്റ്റേജ് സിവിയർ ആയിട്ടുള്ള, അതായത് കിഡ്നി സ്റ്റേജ് 5 ഡയാലിസിസിലുള്ള പേഷ്യൻസ്. ഡയാലിസിസിലുള്ള പേഷ്യൻസും ഇതുപോലെ റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്ത് ഹീമോ ഡയാലിസിസ് ചെയ്ത് പോകുന്നവരാണ്. അപ്പം ഈ കാറ്റഗറിയിലുള്ള പേഷ്യൻസിന് കോവിഡ് വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. കാരണം എല്ലാ ആഴ്ചയിൽ 2-3 ദിവസം ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്ത് പോകുമ്പം ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുകയും കിഡ്നി കോവിഡ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്, അതായത് വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞ പേഷ്യൻസ്. ഇവരും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. ബിക്കോസ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള വൃക്ക റിജക്റ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കോവിഡ് പിടിപെട്ടാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയും വളരെ ശ്രദ്ധിച്ച് കോവിഡ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഡോക്ടർ, ഈ ജീവിതശൈലി രോഗങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിലൊക്കെ നമ്മുടെയൊക്കെ ചില പ്രശ്നങ്ങളാണല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ബാധിക്കുക ഈ വൃക്കയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയാണ് നമുക്കത് ശ്രദ്ധിക്കേണ്ടത്? അതെ, നമുക്ക് പ്രധാനമായിട്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും പ്രശ്നം ഉണ്ടാക്കുന്ന അവയവം വൃക്കയാണ് പ്രധാനപ്പെട്ട അവയവം. ഹാർട്ടും അതുപോലെ തന്നെ കണ്ണ്, ഞരമ്പുകൾ, ബ്രെയിൻ, ഇതൊക്കെയുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഹാർട്ടും വൃക്കയുമാണ് പ്രമേഹവും പ്രശ്നം കൊണ്ട് വരുന്നത്. അപ്പം രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക, പ്രമേഹം റെഗുലറായിട്ട് നിയന്ത്രിക്കുക, ഇത് രണ്ടും നമുക്ക് ഒപ്പം തന്നെ ആഹാരത്തിലും ചില ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക, ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോവിഡ് സമയത്തുള്ള വേറൊരു ബുദ്ധിമുട്ട്, പലപ്പോഴും ഈ പേഷ്യൻസിന് ഡോക്ടർമാരെ വന്ന് കാണാൻ പറ്റാറില്ല. ബിക്കോസ് ഇപ്പം ലോക്ക്ഡൗൺ ആണ്. ഈ ലോക്ക്ഡൗൺ ആദ്യത്തെ തരംഗം സമയത്തും ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാരണം പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അപ്പം അതിനൊരു പോംവഴി എന്ന് പറയുന്നത് ടെലി കൺസൾട്ടേഷനാണ്. ഫോണിൽ വിളിച്ച് സംസാരിച്ച് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, ഇപ്പം ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യണോ, അപ്പോൾ അടുത്ത ഫോളോ അപ്പ് എന്നാണ്, എൻ്റെ ലാസ്റ്റ് ക്രിയാറ്റിനിൻ എത്രയാണ്, ഇനി ഞാൻ എത്ര മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യണം, മരുന്നുകൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടോ. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കി ടെലി കൺസൾട്ടേഷൻ, ഫോണിൽ വിളിച്ച് ചികിത്സിക്കുന്ന ഡോക്ടറെ സംസാരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളാണ്. ഈ സമയത്ത് മരുന്നുകൾ പോയി ഇപ്പം ഒരു മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പോയി മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് മരുന്നുകൾ മുടക്കാതിരിക്കുക എന്നുള്ളത് ഒരു വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. മരുന്ന് കിട്ടാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ അത് തപാൽ വഴി ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ വരുത്താനുള്ള സംവിധാനം ചെയ്യണം. അത് വൃക്കരോഗികളെന്നല്ല എല്ലാ രോഗികളും അത് വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ കോവിഡ് സമയത്ത് ആക്ച്വലി നമ്മൾ കോവിഡ് അല്ലാതെ ഇരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ചികിത്സ ഡയബറ്റിക് ഹൈപ്പർടെൻസീവ് പേഷ്യൻസ്, ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കണം പേഷ്യൻ്റെ സൈഡിൽ നിന്ന്. ഡോക്ടർ, ഇവിടെ പ്രേക്ഷകരുണ്ട്. കാസർഗോഡ് പെരിയയിൽ നിന്ന് വിജയൻ. ശ്രീ വിജയൻ, ചോദിക്കാം. ഡോക്ടർ നമസ്കാരം.
കാസർഗോഡ് നിന്ന് വിജയ് ചോദിച്ചോളൂ. സംസാരിക്കുന്നു. ഞാൻ മാർച്ച് 27 ഫസ്റ്റ് ഡോസ് എടുത്തു. വിജയൻ പറയൂ. വാക്സിൻ ഞാൻ മാർച്ച് 27 ഫസ്റ്റ് ഡോസ് എടുത്തു. മെയ് 8 രണ്ടാമത്തെ ഡോസും എടുത്തു. അതെ. എന്നിട്ട് ഞാൻ ഒരു അല്പം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ആദ്യം വാക്സിൻ എടുക്കുന്നതിന് 15 ദിവസം മുമ്പേ നിർത്തിയിട്ട് 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അല്പം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കുമ്പോഴും അങ്ങനെ 10 ദിവസം മുമ്പേ നിർത്തിയിട്ട് പിന്നെ വാക്സിൻ എടുത്തിട്ട് 15 ദിവസം കഴിയുമ്പോൾ കുറേശ്ശെ അധികം ഉണ്ടായിരുന്നു, കുറേശ്ശെ കുടിച്ചോണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു മുട്ടിന് വേദന വന്നു. ഇപ്പൊ മുട്ട് കുറച്ച് വീക്കുണ്ട്. പിന്നെ ഇടത് കാലിന് ആ വീക്കം അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒന്നും കുറവില്ലായി. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ അറിഞ്ഞാൽ കൊള്ളാമുണ്ട്. ഓക്കെ. അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? പ്രമേഹം, രക്തസമ്മർദ്ദം, കിഡ്നിയുടെ അസുഖം അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണോ താങ്കൾ? അതെ, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രമേഹമുണ്ടോ? കിഡ്നിയുടെ അസുഖമുള്ള ആളാണോ? വൃക്കയുടെ അസുഖമുള്ള ആളാണോ? ഇല്ല, വേറൊന്നും കാര്യമായിട്ടില്ല. അത് പ്രമേഹം മാത്രമേ ഉള്ളൂ. ഒരു ഗുളിക കഴിച്ചതിന് ശേഷം 184 കഴിഞ്ഞ ആഴ്ചയിൽ. ഓക്കെ. സാധാരണഗതിയിൽ വാക്സിൻ എടുത്തതിന് ശേഷം വരാവുന്ന പ്രയാസങ്ങൾ, പനി, ദേഹം വേദന അങ്ങനെയുള്ള 2-3 ദിവസത്തിനപ്പുറം ഉണ്ടാവാറില്ല. അപ്പോൾ ഈ പറയുന്ന പ്രയാസം വാക്സിനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നില്ല ആണെന്ന് തോന്നുന്നില്ല കേട്ടിട്ട്. അപ്പം ജോയിന്റ് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് ജോയിന്റിന്റെ സ്വെല്ലിംഗ് അത് ഇൻഫെക്ഷൻ കൊണ്ട് വന്നോ, ഡയബറ്റിക് പേഷ്യന്റ് ആർത്രൈറ്റിസ് ആണോ അത് ഒരു ജോയിന്റ് വിദഗ്ധനെ കാണിച്ചിട്ട്, ഓർത്തോപെഡിഷനെ കാണിച്ചിട്ട് അത് ചെക്ക് ചെയ്യേണ്ടി വരും എന്താണ് പ്രശ്നം എന്നുള്ളത്, വിട്ടുമാറുന്നില്ലെങ്കിൽ. അതെ, ഞാൻ ജോയിന്റിന്റെ ആളെന്നെ കാണിച്ചത്, ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ട് പെരിയയിലുള്ള ഡോക്ടറാണ് കാണിച്ചത്. അത് കഴിച്ചതിന് ആ മരുന്ന് കഴിച്ചതിന് 7 ദിവസം കഴിക്കാൻ തന്നു. അത് കഴിച്ചതിന് ശേഷമാണ് വീക്കം വന്നത്. ഓക്കെ. ജോയിന്റിലെ പ്രശ്നം മാറുന്നില്ലെങ്കിൽ രക്തസമ്മർദ്ദം കൺട്രോളിലാണോ? സോറി പ്രമേഹം കൺട്രോളിലാണോ? നിയന്ത്രണത്തിലാണോ? അതെ, ഇപ്പൊ കൺട്രോളിലാണ് 180 ഇപ്പോൾ. ഓക്കെ. ഇപ്പൊ ജോയിന്റ് വീക്ക് കൊണ്ട് മരുന്ന് കഴിച്ചിട്ട് ജോയിന്റ് പെയിൻ മാറുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഫർദർ ആയിട്ടുള്ള പരിശോധനകൾ, എക്സ്റേ അങ്ങനെയുള്ള പരിശോധനകൾ എടുത്ത് ചെയ്യേണ്ടി വരും. ജോയിന്റിലെ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അത് കുത്തിയെടുത്ത് പരിശോധന അങ്ങനെയൊക്കെ വേണ്ടി വരും മാറുന്നില്ലെങ്കിൽ. ഒരു ജോയിന്റിൽ മാത്രം വേദന എന്നല്ലേ പറഞ്ഞത് അല്ലേ? അതെ, മുട്ടിന്റെ ജോയിന്റിൽ മാത്രം. ഒരു ജോയിന്റ് ആണോ പല ജോയിന്റുകളാണോ വേദനയുള്ളത്? ഒറ്റ ജോയിന്റ്, മുട്ടിന്റെ ഇടതുഭാഗത്തെ മുട്ടിന്റെ ജോയിന്റ്. 2 മുട്ടുകളാണോ? 2 മുട്ടുകളാണോ? ഇല്ല. അത് ഒരു മുട്ടാണ്? ഒരു മുട്ട്. അപ്പൊ ഒരു ജോയിന്റ് ആവുമ്പം ഒരു ജോയിന്റ് ആവുമ്പോൾ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത കൂടുതലാണ്, മൾട്ടിപ്പിൾ ജോയിന്റ്സ് അല്ലാത്ത സ്ഥിതിക്ക്. അപ്പോൾ അത് എക്സ്റേ, കുത്തിയെടുത്ത് പരിശോധന അങ്ങനെയുള്ള ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും മാറുന്നില്ലെങ്കിൽ. തീർച്ചയായും. പിന്നെ ബ്ലഡിൽ യൂറിക് ആസിഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ട്. യൂറിക് ആസിഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ടല്ല നോർമലി പറഞ്ഞു ഡോക്ടർ. യൂറിക് ആസിഡ് നോർമലാണ്. അപ്പം അടുത്ത ഘട്ടം നമുക്ക് ഇങ്ങനെയുള്ള പരിശോധനകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. വളരെയധികം നന്ദി ശ്രീ വിജയൻ. ഡോക്ടർ, ഇനി ഈ വൃക്കയുടെ ആരോഗ്യം അത് സംബന്ധിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. എന്താണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ. നമുക്ക് പ്രധാനപ്പെട്ട വില്ലൻ പ്രമേഹവും രക്തസമ്മർദ്ദവും തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു 100 പേഷ്യൻസ് ഡയാലിസിസിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന 100 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് ഏകദേശം ഒരു 60-70% ആൾക്കാരും പ്രമേഹവും രക്തസമ്മർദ്ദവും കൊണ്ട് വരുന്ന വൃക്കയുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ബാക്കിയുള്ളൊരു 20% പ്രൈമറി കിഡ്നി ഡിസീസസ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് വരുന്ന വൃക്കയുടെ അസുഖം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് രക്തസമ്മർദ്ദവും പ്രമേഹവും വരാതിരിക്കാനായിട്ടുള്ള ജീവിതശൈലി മോഡിഫിക്കേഷൻസ്
ആണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ജീവിതശൈലി ആൻഡ് ആഹാര ക്രമീകരണങ്ങൾ, വെയിറ്റ് കൂടാതിരിക്കുക, പുകവലി ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രമേഹവും രക്തസമ്മർദ്ദം, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ഇതൊക്കെ വളരെ പ്രധാനമാണ് പ്രമേഹവും പ്രഷറും വരാതിരിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു ജീവിതശൈലിയിൽ നമുക്ക് രക്തസമ്മർദ്ദം പലർക്കും കാണാറുണ്ട്, പ്രമേഹവും കാണാറുണ്ട്. അപ്പം പ്രമേഹവും രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ പലർക്കും ഒരു തോന്നലുള്ളത്. എനിക്ക് പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, എനിക്ക് ഷുഗർ എപ്പോഴും ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, രക്തസമ്മർദ്ദം ഒരു തവണ കണ്ടു, പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല. പലപ്പോഴും ഷുഗറും രക്തസമ്മർദ്ദവും വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വിട്ടുമാറി പോകുന്നില്ല, നമുക്കത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്യുക, മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക, ഡോക്ടർമാരെ കണ്ട് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇരിക്കുന്നത് തീർച്ചയായിട്ടും വൃക്കയുടെ അസുഖം വരാതിരിക്കാൻ നല്ലൊരു പരിധി വരെ സഹായിക്കും. അപ്പം അതൊരു പ്രമേഹവും രക്തസമ്മർദ്ദവും റെഗുലറായിട്ട് നോക്കി ചെക്ക് ചെയ്ത്, ഇപ്പം ബ്ലഡ് ഷുഗറൊക്കെ നോക്കാൻ ഇപ്പം വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടൊരു ഒരു സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷുഗർ നോക്കാൻ 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഷുഗർ അറിയാൻ പറ്റും. അപ്പോൾ പ്രമേഹം ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ കരുതണം. എന്നിട്ട് ഷുഗർ കൺട്രോൾ ആണോ, ഷുഗറിൻ്റെ ഒരു അളവ് എങ്ങനെയാണ്, നോർമൽ അളവൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് എത്ര മുകളിൽ നിൽക്കുകയാണ്, മരുന്നുകൾ കഴിച്ചിട്ട് അത് കൺട്രോൾ ആണ്. രക്തസമ്മർദ്ദം ഇപ്പോൾ ആക്ച്വലി BP ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് രക്തസമ്മർദ്ദവും ബ്ലഡ് ഷുഗറും വീട്ടിൽ തന്നെ നോക്കാൻ പറ്റും. നമുക്ക് രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യാനുള്ള ഇലക്ട്രോണിക് ബ്ലഡ് പ്രഷർ ചെക്കിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് BP നോക്കാം. റെഗുലറായിട്ട് മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ പ്രൈമറി കിഡ്നി ഡിസീസിൻ്റെ ഒരു ഇവല്യൂഷൻ അത് ഇച്ചിരി വേറെയാണ്. നമുക്ക് കിഡ്നി ഡിസീസ് വരുന്നതിന് പല കാരണങ്ങളുണ്ട് അതിന് പ്രാഥമികമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചില മരുന്നുകളുണ്ട്. അതിന് ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നുകളുണ്ടാവാം, ചില പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മറ്റു മരുന്നുകൾ പ്രൈമറി കിഡ്നി ഡിസീസിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാറ്റഗറി കുറച്ച് ഇതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി, ഉണ്ണി എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണി, ചോദിക്കാം. ഡോക്ടർ, ഒരു സംശയം ചോദിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. ഈ 4 പേർക്കും കൊറോണ വന്നതാ. ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. ഈ 4 പേർക്കും കൊറോണ വന്നേ. അതിൽ എനിക്ക് മാത്രമേ ഇച്ചിരി കടുപ്പായിട്ട് വന്നേ, അതായത് ശരീരം വേദന. അതായത് വന്നിട്ട് ഇപ്പൊ 47 ദിവസമായി. എന്നിട്ട് എനിക്ക് ഈ കൈയുടെ തോളിന്റെ താഴോട്ടുള്ള 2 കൈക്കും ഭയങ്കര വേദനയാണ്. ഒരു കാരണവശാലും നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തായിരിക്കും ഇത്? അത് കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ദേഹാസ്വാസ്ഥ്യം, പ്രധാനപ്പെട്ട ദേഹാസ്വാസ്ഥ്യം, ഫെറ്റീഗ്, ക്ഷീണം, ദേഹം വേദന, ചില ആൾക്കാർക്ക് ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ട് മെച്ചപ്പെടാതിരിക്കുക, പ്രത്യേകിച്ച് നേരത്തെ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ. താങ്കൾക്ക് നേരത്തെ ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖമോ പ്രമേഹമോ രക്തസമ്മർദ്ദമോ വൃക്കയുടെ കേടോ ഉള്ള ആളാണോ താങ്കൾക്ക്? നേരത്തെ എത്ര പ്രായമുണ്ട് താങ്കൾക്ക്? വിജയൻ, എത്ര പ്രായമുണ്ട് താങ്കൾക്ക്? നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ? 46 വയസ്സ്. നേരത്തെ പറയത്തക്ക അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലായിരുന്നു. നേരത്തെ എന്തെങ്കിലും പറയത്തക്ക അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു എനിക്ക്. നേരത്തെ ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. ജലദോഷം, കോവിഡ് വിട്ടുമാറി വൈറൽ ഇൻഫെക്ഷൻ വിട്ടുമാറിയതിനു ശേഷവും ഇല്ല അങ്ങനെ എനിക്കൊന്നും വന്നില്ല. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. കോവിഡ് വിട്ടുമാറിയതിനു ശേഷം പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ട്. കോവിഡ് വിട്ടുമാറിയതിനു ശേഷവും ഈ ദേഹാസ്വാസ്ഥ്യം ചില ആൾക്കാർക്ക് തുടരാം, പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അവയവ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് സാധാരണ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ ചെക്ക് ചെയ്യണം. അത് ചില ബ്ലഡ് ടെസ്റ്റുകൾ, രക്തസമ്മർദ്ദം, ഷുഗർ, ലങ്സിൻ്റെ ടെസ്റ്റ്, ബ്ലഡിലെ കുറച്ച് ടെസ്റ്റുകൾ, കിഡ്നിയുടെ ടെസ്റ്റ്, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഓർഗൻ ഡിസ്ഫങ്ഷൻ, അതായത് ഒരു അവയവ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പ്രത്യേകിച്ചും ഈ ദേഹം വേദന സാധാരണ കോവിഡ് കഴിഞ്ഞിട്ട് മെച്ചപ്പെട്ട കോവിഡ് വിട്ടുമാറിയ പേഷ്യൻസ് പറയാറുണ്ട്. സമയം കൊണ്ട് മെല്ലെ അത് കുറഞ്ഞ് പോകാൻ, മെല്ലെ അത് അപ്രത്യക്ഷമാവും. കുറച്ച് ടൈം എടുക്കും. അതിന് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. എന്നിരുന്നാലും വിട്ടുമാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അവയവ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ടെസ്റ്റുകൾ ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ ഡോക്ടർ? എപ്പോഴാണ് ഈ കൊറോണ വന്നവർക്ക്?
സാധാരണ കോവിഡ് ഇൻഫെക്ഷൻ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് 1 മാസം എടുക്കാം തീർച്ചയായിട്ടും എടുക്കാം. കോവിഡ് വന്ന് റിക്കവർ ചെയ്ത ആൾക്ക് 1 മന്ത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും വാക്സിൻ എടുക്കാം. ഞാൻ ഹെൽത്തിൽ ചോദിച്ചാൽ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അത് ജീവിതശൈലി അസുഖങ്ങളുള്ളവർക്ക് നമ്മൾ 1 മന്ത് തുടങ്ങി കൊടുക്കാം. ജീവിതശൈലി അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാറില്ല. 3 മാസം എന്നുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് 3 മാസം വരെ വെയിറ്റ് ചെയ്യാം. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ഉണ്ണി. ഡോക്ടർ, ഇനി എല്ലാവർക്കും വളരെ ലളിതമാണ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ശരിക്കും എന്താണോ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ എത്ര വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്? എന്തെങ്കിലും രോഗങ്ങളുള്ള ഒരാൾ എത്ര വെള്ളം കുടിക്കണം? വൃക്കയ്ക്ക് എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾ എത്ര വെള്ളം കുടിക്കണം? അത് വളരെ നല്ലൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അത് ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്യാം. അതായത് നമ്മൾ നോർമലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കകളാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരാൾ കുടിക്കേണ്ട അത്രയും വെള്ളം തന്നെ കുടിക്കുക. അത് ഏകദേശം 2 തൊട്ട് 2.5 ലിറ്റർ വരെ 24 മണിക്കൂറിൽ ജലം വേണം തീർച്ചയായിട്ടും. അതാണ് അഭികാമ്യം. ഇനി ഈ ഒരു വൃക്കയുടെ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര കണ്ട് വൃക്കയുടെ അസുഖത്തിന്റെ കാഠിന്യമുണ്ട്, അത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഫ്ലൂയിഡ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, അതായത് ജലം നിയന്ത്രിക്കണോ വേണ്ടോ എന്നുള്ളത് വൃക്കയുടെ കേടിന്റെ തോതിന് അനുസരിച്ചിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സിവിയർ കിഡ്നി ഫെയിലിയർ ഡയാലിസിസിലുള്ള പേഷ്യൻസിന് ഏകദേശം ഒരു 3-4 ഗ്ലാസ് വെള്ളമേ 24 മണിക്കൂർ കുടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് അത്രയും കിഡ്നിയുടെ പ്രശ്നമില്ല, പക്ഷേ ഒരു മൈൽഡ് റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ അനുവദിക്കും. അപ്പം വൃക്കയുടെ കേടിൻ്റെ ഒരു തോതിനനുസരിച്ചാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റ് ഹാർട്ടും വൃക്കയും പ്രധാനമായിട്ട് നോർമലായിട്ടുള്ള ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 2.5 ലിറ്റർ വെള്ളം മിനിമം 24 മണിക്കൂറിൽ കുടിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് കുറച്ച് ഒരു 1/2 ലിറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതൊരു വിഷയമുള്ള കാര്യമല്ല. ഈ രാത്രി കിടക്കാൻ പോകുമ്പോൾ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത് കേൾക്കാം. അതിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാമോ? അതിന് വലിയ ശാസ്ത്രീയപരമായിട്ടൊരു അടിസ്ഥാനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. രാത്രി പ്രത്യേകിച്ച് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് രാത്രി വെള്ളം കൂടുതലായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു പോളിയൂറിയ രാത്രി വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കും രാത്രി അടിക്കടി മൂത്രം ഒഴിക്കാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതൊരു രാത്രി എണീച്ച് മൂത്രം ഒഴിക്കാനുള്ള ഇൻകൺവീനിയൻസ് കൂടും. അത് ഒഴിവാക്കാനാണ് നമുക്ക് രാത്രി വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഒരു പ്രാക്ടിക്കൽ നിർദ്ദേശമാണ്. പിന്നെ വൃക്കയുടെ അസുഖം ഉള്ളവർക്ക് പ്രത്യേകിച്ചും നൊക്ട്യൂറിയ എന്ന് പറയും. രാത്രിയാണ് ആ യൂറിൻ കോൺസെൻട്രേറ്റിംഗ് കപ്പാസിറ്റി പ്രശ്നം വരുന്നത്. അപ്പോൾ രാത്രിയാണ് കൂടുതലായിട്ട് മൂത്രം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ രാത്രി കുറച്ച് വെള്ളത്തിൻ്റെ അളവ് രാത്രി ഒരു 8 മണിക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയും. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശമാണ്. ഡോക്ടർ, ഇനി രോഗലക്ഷണങ്ങളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേട്ടിട്ടുണ്ട് വൃക്കയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വളരെയധികം താമസിച്ചിട്ടേ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പുറത്ത് കാണിക്കുള്ളൂ എന്ന് കേട്ടത് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇതും വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റ് അവയവങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൃക്കയുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ ലക്ഷണമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ 2 കിഡ്നിയുടെയും കൂടെ പ്രവർത്തനം 100% ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻ്റെ അളവ് കുറഞ്ഞു വരികയാണെങ്കിൽ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഒരു 60% കുറഞ്ഞതിന് ശേഷം മാത്രമാണ് പലപ്പോഴും കാര്യമായിട്ട് നമുക്ക് സിംറ്റംസ്, അതായത് രോഗലക്ഷണങ്ങൾ പേഷ്യൻറ്റിന് തോന്നുന്നത്. ഇതിൻ്റെ കാരണം വൃക്കയ്ക്ക് കാര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു കണക്കിന് ഭാഗ്യവും ഒരു കണക്കിന് നിർഭാഗ്യവുമാണ്. കാരണം ഭാഗ്യം നമുക്ക് കുറേ കാലം കൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിർഭാഗ്യവശാൽ അങ്ങനെ എൻ്റെ നിർഭാഗ്യം എന്ന് വെച്ചാൽ അത് കുറച്ച് ലേറ്റായിട്ട് നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് ദേഹാസ്വസ്ഥയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു ക്ഷീണം, അത് കാലാവസ്ഥയുടെ എന്ന് വിചാരിച്ചു, കുറച്ച് താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതും അവഗണിച്ചു.
ഒരു 2-3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വൃക്കയ്ക്ക് കാര്യമായിട്ടുള്ള കേടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട കാര്യം ലക്ഷണങ്ങൾ കിഡ്നി അസുഖത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കാര്യമായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞതിന് ശേഷമാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിഡ്നിയുടെ അസുഖം വരാൻ സാധ്യതയുള്ള ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ, അതായത് ഡയബറ്റിക്, ഹൈപ്പർടെൻസി, ഫാമിലി ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസ്, ഒബിസിറ്റി, ഇതെല്ലാം ഉള്ള ഒരു പേഷ്യൻറ്റിന്, ഇതെല്ലാം ഉള്ള ഒരാളിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് വർഷത്തിൽ ഒരു തവണയെങ്കിലും പ്രമേഹമോ രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിനിൻ, യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് ചെയ്തിട്ട് കിഡ്നിയുടെ അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക, പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അത് പ്രധാനമാണ്. ഡോക്ടർ, ഇപ്പോൾ രജീഷ് എന്നൊരു പ്രേക്ഷകൻ ഒറ്റപ്പാലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രജീഷ്, ചോദിക്കാം. ഹലോ ഡോക്ടറെ, നമ്മുടെ ഒരു സുഹൃത്തെ രജീഷ് പറയൂ. ഒരു സുഹൃത്തിന് പോസിറ്റീവായിട്ട് ഇന്നേക്ക് 9 ദിവസമായി. അങ്ങനെ ഇന്ന് RT-PCR ചെയ്തു, 9 ദിവസം കഴിഞ്ഞതിന് ശേഷം. അപ്പോ അതില് ആദ്യം പോസിറ്റീവ് കാണിച്ചു, പിന്നെ ആന്റിജൻ ടെസ്റ്റില് അത് പോസിറ്റീവ് കാണിച്ചു, പിന്നെ ആന്റിജൻ ടെസ്റ്റ് ചെയ്തു, അതിൽ നെഗറ്റീവാ കാണിക്കണേ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് മറ്റേ 3 മാസത്തോളം ഈ RT-PCR ചെയ്ത് അത് കാണിക്കുന്നു പറയുന്നു. അത് ശരിയാണോ? ശരിയാണ്. നമ്മള് ഈ വൈറസിന്റെ ഒരു പ്രസൻസ്, അതിന്റെ ചെറിയൊരു പ്രസൻസ് RT-PCR വഴി നമുക്ക് ടെസ്റ്റുകളിൽ അത് ഈ 1 മാസം വരെ തീർച്ചയായിട്ടും കാണാം. ചില ആൾക്കാർക്ക് 1 മാസം കഴിഞ്ഞും കാണാറുണ്ട്. അതുകൊണ്ട് വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു അണുബാധ എന്നുള്ള സ്റ്റാറ്റസ് മാറിയോ ഇല്ലയോ എന്നറിയാൻ കോവിഡ് ആൻറ്റിജൻ RT-PCR ചെയ്ത് കൺഫേം ചെയ്ത് കോവിഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് റിപ്പീറ്റ് ടെസ്റ്റ് നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. RT-PCR ചെയ്യണമെന്നില്ല. അത് കറക്റ്റാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ രജീഷ്. ഡോക്ടർ, ഇനി ഭക്ഷണവും വൃക്ക സംരക്ഷണം, ഡോക്ടർക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകാനുള്ളത്? ഓക്കെ, എഗെയിൻ ഇത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമുക്ക് വൃക്കയുടെ പ്രശ്നം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ശ്രദ്ധിക്കാനുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഹൈഡ്രേഷൻ. നമ്മൾ ഏകദേശം 2.5 ലിറ്റർ വെള്ളം 24 മണിക്കൂറിൽ കുടിക്കാം. പിന്നെ നമ്മൾ ഭക്ഷണ രീതി, ഇപ്പോൾ നമുക്ക് സോൾട്ട്, ഇപ്പം ഹൈ സോൾട്ട് ഡയറ്റ് ഉള്ളവർക്ക് യൂഷ്വലി ബ്ലഡ് പ്രഷർ പ്രോൺ ആയിട്ട്, ഇപ്പോൾ ഫാമിലീസിലെ ഹൈപ്പർ ടെൻഷനുള്ള, ഫാമിലിയിൽ ബ്ലഡ് പ്രഷർ BP ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോൾട്ട് റെസ്ട്രിക്ഷൻ അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, ബ്ലഡ് പ്രഷർ വരാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഫാമിലിയിൽ ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ ആ ഫാമിലി മെമ്പർ തീർച്ചയായിട്ടും നമ്മൾ മധുരത്തിൻ്റെ അളവും കാര്യങ്ങളും ശ്രദ്ധിച്ച് വെയിറ്റ് കൂടാതിരിക്കുക. വെയിറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒബിസിറ്റി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉണ്ടാക്കി അത് വൃക്കയുടെ അസുഖത്തിന് ഒരു മുന്നോടിയായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു ആരോഗ്യപരമായിട്ടുള്ള ആഹാര രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും അത് ആ അനുപാതത്തിൽ കഴിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് തീർച്ചയായിട്ടും വേണ്ടത്. പിന്നെ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും ഒരു ലോങ് ടേം നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ ലോങ് ടേം നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം മദ്യപാനം ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, ഇതൊക്കെ വാസ്കുലർ ഡിസീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാർട്ടിന് പറയുന്ന ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് കിഡ്നിക്കും ബാധകമായിട്ടുള്ളത്. പിന്നെ ഇത് കിഡ്നി ഡിസീസ് വരാതിരിക്കും. ഇപ്പം ഒരു സ്റ്റോൺ ഡിസീസിന് സാധ്യതയുള്ള ആളാണെങ്കിൽ നമ്മൾ സ്റ്റോൺ വരാൻ സാധ്യതയുള്ള ചില ആഹാരത്തിന് ചില റെസ്ട്രിക്ഷൻസ്, ഇപ്പം ഹൈ ഓക്സലേറ്റ് ആയിട്ടുള്ള ആഹാരത്തിൻ്റെ ഒഴിവാക്കാൻ നമ്മൾ പറയും. പിന്നെ ഇനി കിഡ്നി ഡിസീസ് ഉള്ള ആളാണെന്ന്, ഇപ്പോൾ സപ്പോസ് ഒരു റീനൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, ബ്ലഡിൽ ക്രിയാറ്റിൻ ഒരു 2 ആണ് അല്ലെങ്കിൽ 2.5 ആണ്, ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഇതിനോടൊപ്പം തന്നെ സോൾട്ട് റെസ്ട്രിക്ഷൻ അതിനോടൊപ്പം തന്നെ നമ്മൾ ഹൈ പ്രോട്ടീൻ എസ്പെഷ്യലി നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ കുറയ്ക്കാം. ബിക്കോസ് ഹൈ പ്രോട്ടീൻ എപ്പോഴും കിഡ്നിയുടെ ഫങ്ഷൻ വഷളാക്കാൻ ഒരു കാരണക്കാരൻ, അത് മാത്രമല്ല ഒരു കാരണക്കാരാണ്, എസ്പെഷ്യലി ഒരു കിഡ്നിയുടെ അസുഖമുള്ള ആളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കിഡ്നിയുടെ അസുഖം വന്നു കഴിഞ്ഞ ഒരാൾക്ക്.
പിന്നെ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സും ഒരു പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻ വന്നേക്കാം. ബ്ലഡിലെ പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർക്ക് ഹൈപ്പർകലീമിയ, പൊട്ടാസ്യം ഹൈ ആയിട്ട് കാണാം. അങ്ങനെയുള്ള ഒരു ഫ്രൂട്ട്സ്, ചിലർക്ക് ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ തന്നെ നമ്മൾ നിർദ്ദേശിക്കും. ചിലർക്ക് വളരെ മിതമായിട്ട് ആപ്പിൾ മാത്രം, അതിൽ പൊട്ടാസ്യം കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറയും. അപ്പം വൃക്കയുടെ അസുഖം വരാതിരിക്കാനുള്ള ആഹാര ക്രമീകരണവും വൃക്കയുടെ അസുഖം ഉള്ള ആൾക്കുള്ള ആഹാര ക്രമീകരണവും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. യെസ് ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ശ്രീമതി സാലമ്മ. ശ്രീമതി സാലമ്മ ചോദിക്കാം. ഹലോ ചോദിച്ചോ. ഹലോ സാറേ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഹസ്ബൻഡിന് ഇപ്പോൾ 43 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ആണ് വന്നുകൊണ്ടിരുന്നത്. പനി, നടുവേദന, കാല് രണ്ടും കഴിക്കുക, ഇതൊക്കെയായിരുന്നു. തൊണ്ടയ്ക്ക് വേദന, ഇതൊക്കെയായിരുന്നേ. അപ്പം ഈ കഴിഞ്ഞൊരു 4-5 മാസം മുന്നേ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോണിന്റെ ഉണ്ടെന്നാ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്. അതിന് ഗുളികയൊക്കെ തന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ മുതൽ പിന്നെ ഒരു പനിക്കോളും നടുവേദനയും ഒരു മൂത്രം കടച്ചിൽ പോലൊക്കെ തോന്നുന്നുണ്ട്. അതിനി നമ്മൾ പിന്നെയും സ്കാൻ ചെയ്യേണ്ടതുണ്ടോ? തൊണ്ടയ്ക്ക് ആ ഒരു വേദന വരിക, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് സാർ. ഞാൻ കുറച്ച് ലളിതമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത് മൂത്രത്തിലുള്ള പഴുപ്പ്, അതായത് മൂത്രത്തിൽ പസൽസ് ഉണ്ടോ, മൂത്രത്തിലെ പസൽസിനോടൊപ്പം മൂത്രത്തിന്റെ കൾച്ചർ പോസിറ്റീവ് ആണോ, അണുബാധ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ പേഷ്യൻസിന് യൂറിനറി കംപ്ലയിൻസ് ഉണ്ടോ. യൂറിനറി കംപ്ലയിൻസ് പ്രധാനമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ വേദന, എരിച്ചില്, ചൊടിച്ചില്, പിന്നെ വശങ്ങളിൽ കിഡ്നിയുടെ 2 വശങ്ങളിൽ, വേറെ 2 വശങ്ങളിൽ ചിലപ്പം വേദന, ചില ആൾക്കാർക്ക് ഛർദി, കുളിരും പനി. ഇതാണ് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പൊ ഇങ്ങനെ തന്നെയാണോ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് പലതവണയായിട്ട് വന്നിരിക്കുന്നത്? മൂത്രത്തിൽ ഇൻഫെക്ഷൻ തന്നെയാണെന്ന് ഉറപ്പാണ്. അപ്പോൾ കിഡ്നിയിലൊരു സ്കാനിലൊരു കല്ല് കണ്ടു എന്ന് വെച്ചാൽ അത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതൊരു കാരണക്കാരനെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണോ പുള്ളിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? മൂത്രം ഒഴിക്കുമ്പോൾ വേദന, പനിയും പറയലും, മൂത്രത്തിൽ പഴുപ്പുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒന്ന് കൾച്ചർ ചെയ്തായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 4-5 മാസം മുന്നേ ഇതുപോലെ ഒരു 1.5 മാസം പനി വിട്ടുമാറാതെ നിന്നപ്പോഴത്തേനാണ് ആദ്യം മൂത്രം പരിശോധിച്ചപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും കുറയാതെ വന്നപ്പോഴത്തേനാണ് കൾച്ചർ ചെയ്യാൻ പറഞ്ഞു. കൾച്ചർ ചെയ്തതിന് ശേഷമാണ് പിന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അന്നേരമാണ് സ്റ്റോണിന്റെ ഉണ്ടെന്ന് പറഞ്ഞത് ഡോക്ടർ. കൾച്ചർ പോസിറ്റീവ് ആയിരുന്നു. കൾച്ചർ പോസിറ്റീവ് ആയിരുന്നോ? അതെ. സാർ എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഡയബറ്റിക് പ്രമേഹ രോഗിയാണോ? അങ്ങനെ മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല സാർ. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും അങ്ങനെ ഇല്ല. ഷുഗർ ഉള്ള ആളല്ല അല്ലേ? അല്ലല്ല. ഓക്കെ. അപ്പം സ്കാനില് കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ സ്കാനില് താഴോട്ടോ കിഡ്നിയിലോ അല്ലെങ്കിൽ മൂത്രാശയത്തിലോ അല്ലെങ്കിൽ യൂറിറ്റേഴ്സിലോ കല്ല് ഉണ്ടെങ്കിൽ അത് മൂത്രത്തിലെ ഇൻഫെക്ഷൻ വിട്ടുമാറാതെ നിൽക്കാൻ ഒരു കാരണക്കാരനാകാം. തീർച്ചയായിട്ടും ആകാം. അപ്പൊ അതിന് ഫർദർ ആയിട്ടുള്ള സ്കാൻസ് ചെയ്യുക. എന്നിട്ട് ഒരു വൃക്കരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെയോ കണ്ടിട്ട് എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടി വരും. കാരണം വിട്ടുമാറാത്ത മൂത്രത്തിൽ ഇൻഫെക്ഷൻ 1.5 മാസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻ വരുമ്പം ജസ്റ്റ് ആന്റിബയോട്ടിക്സ് മാത്രം കഴിച്ച് പിന്നെ അതിനെ വെറുതെ വിടുന്നത് ശരിയായ ഒരു രീതി ആയിരിക്കില്ല. തീർച്ചയായിട്ടും സ്കാൻ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോൺസിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വിദഗ്ധനോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടി വരും. വളരെ നന്ദി ശ്രീമതി സാലമ. ഡോക്ടർ, ഇനി വൃക്ക മാറ്റിവെച്ചവർ, അവരുടെ വാക്സിൻ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൂടി ഒന്ന് പറയാം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻസിന് പ്രധാനമായിട്ട് കൊടുക്കുന്ന മരുന്നുകൾ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസ് ആണ്. അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് താഴ്ത്തി നിർത്തുന്ന മെഡിസിൻസ് ആണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എടുത്തു വെച്ചിരിക്കുന്ന വൃക്ക റിജക്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ ഉള്ള, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് ഈ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ്. അപ്പം സാധാരണ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 4 തൊട്ട് ഒരു 8 ആഴ്ച വരെയാണ് ഈ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിസിൻസിൻ്റെ ഡോസ് ഒരു സാമാന്യം നല്ല അളവിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോസ് കുറഞ്ഞു വരികയും ഏകദേശം ഒരു 3 to 6 months ആകുമ്പോഴേക്കും ഡോസ് കുറയുകയും പിന്നെ അത് ഒരു ഡോസിൽ അത് 2-3 മരുന്നുകളും ഉണ്ടാവും. അത് സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുക. അത് മെയിൻ്റനൻസ് ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയും.
അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ഇമ്മ്യൂണോസപ്രഷൻ, പിന്നെ ഉള്ളത് മെയിൻ്റനൻസ് ഇമ്മ്യൂണോസപ്രഷൻ. അപ്പം ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ ഒരു ഏകദേശം ഒരു മെയിൻ്റനൻസ് ലെവലിൽ എത്തുമ്പോഴാണ് വാക്സിൻ എടുക്കുന്നത് ഉചിതം. കാരണം നമ്മൾ വാക്സിൻ കൊണ്ടുള്ള മാക്സിമം ബെനിഫിറ്റ്, അതായത് ആൻറ്റിബോഡി ടൈറ്റേഴ്സ്, കോവിഡ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും കോവിഡ് വൈറസിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടണമല്ലോ, ആൻറ്റിബോഡി ടൈറ്റേഴ്സ് വരണമല്ലോ. അപ്പോൾ ആ നല്ല ആൻറ്റിബോഡി ടൈറ്റേഴ്സ് കിട്ടുന്നത് നമ്മൾ ഇമ്മ്യൂണോസപ്രഷൻ കുറഞ്ഞു വരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആദ്യത്തെ ഒരു ഫസ്റ്റ് 1 മന്തിൽ നമ്മൾ വാക്സിൻ എടുക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. 1 മന്ത് കഴിഞ്ഞിട്ട്, അതായത് 1 മന്ത് ബിറ്റ്വീൻ 1 മന്ത് ആൻഡ് 6 മന്ത്സ് നമ്മുടെ ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിച്ചിട്ട് ആ ഇമ്മ്യൂണോസപ്രഷൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു എത്രമാത്രം മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, എന്നാൽ ഈ സമയത്ത് വാക്സിൻ എടുക്കാൻ നമുക്ക് പറ്റുമോ, അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുമോ. വാക്സിൻ എടുക്കുന്നത് റിസ്ക് അല്ല പറയുന്നത്, വാക്സിൻ എടുക്കുന്നുള്ള ഗുണമാണ്, നമുക്ക് ഗുണം കിട്ടണമല്ലോ. അപ്പോൾ അത് ഒരു 1 to 6 മന്ത്സ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റിനോട് ചോദിച്ച് പേഷ്യൻ്റ് മനസ്സിലാക്കാം. അപ്പോൾ 1 to 6 മന്ത്സ് നമുക്ക് നോക്കിയും കണ്ടും തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. 6 മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ഡിഫിക്കൽട്ടി ഇല്ല, നമുക്ക് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ വേറെ തടസ്സമൊന്നും വരേണ്ട കാര്യമില്ല. ബിക്കോസ് ആ സമയമാകുമ്പോഴേക്കും ഇമ്മ്യൂണോസപ്രഷൻ മെഡിക്കേഷൻസ് ഒരുവിധം ഒരു മെയിൻ്റനൻസ് ലെവലിൽ എത്തിക്കഴിയും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷന് വേണ്ടി എന്തെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, പെട്ടെന്നൊരു ഫ്ലോറിഡ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഇമ്മ്യൂണോസപ്രഷൻ പെട്ടെന്ന് കൊടുക്കേണ്ട സിറ്റുവേഷനോ, പെട്ടെന്ന് റിജക്ഷൻ വന്ന് വീണ്ടും ചികിത്സിക്കേണ്ട സിറ്റുവേഷൻ വന്നോ, അങ്ങനെയൊക്കെ വന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ വാക്സിൻ ഒന്ന് ഒഴിവാക്കും. മേ ബി 2-4 ആഴ്ച കഴിഞ്ഞിട്ടേ നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം, 2 ഡോസ് വാക്സിനും എടുക്കണം. അത് തീർച്ചയാണ്. യെസ് ഡോക്ടർ, അവസാനം ഒറ്റ ചോദ്യം കൂടി. ഈ കൊറോണയ്ക്ക് ശേഷം IgI കൂടുതലായി ഈ പോസ്റ്റ് കോവിഡ് രോഗികൾ കാണാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഗവേഷണങ്ങളുണ്ടോ? എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ? എനിക്കത് അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഞാനും അവിടെ ഇവിടെ എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ശാസ്ത്രീയപരമായിട്ട് അതിലൊരു ഒപ്പീനിയൻ പറയണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടി സമയം വേണം. തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ, ഈ സമയം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. കൃത്യമായി തന്നെ വൃക്ക സംരക്ഷണത്തിൻ്റെ ആവശ്യകത, വളരെ ഒരു ചെറിയ അവയവമാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതലായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിപാലിക്കേണ്ടത് എന്നൊക്കെ വളരെ ലളിതമായി ആഴത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവച്ച ഡോക്ടർ രാജേഷ് ആർ, നെഫ്രോളജി വിഭാഗത്തിലാണ് അദ്ദേഹം, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ രാജേഷ് ആർ. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.